നമസ്കാരം, ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ട്വിൻ ഫിലിം യാത്ര. എൻ്റെ പേര് ബിജിനി. ഹോപ്പ് നിങ്ങൾ എല്ലാവരും ഡിവൈൻ ഗൈഡൻസോട് കൂടി ഈശ്വരൻ്റെ സഹായത്തോടെ ട്വിൻ ഫിലിം ജേർണി ഗിവ് അപ്പ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ടിനും കമൻസിനും ലൈക്കിനും സബ്സ്ക്രൈബിനും ഷെയർസിനും ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ആൻഡ് ഹാപ്പി ഈസ്റ്റർ. സോ എനിക്ക് ഇന്ന് വന്ന ഗൈഡൻസ് ഈസ്റ്ററിനൊരു മെസ്സേജാണ്. ഇറ്റ്സ് എ ഗോഡ് മെസ്സേജ്. ഓക്കെ, സോ ഈ ഈസ്റ്റർ നമ്മളെല്ലാവരും വളരെ നമുക്കൊരു ഹോപ്പ്, ഈശ്വരൻ്റെ സാന്നിധ്യം വീണ്ടും തെളിയിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഈശോ മിശിഹായുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ഈസ്റ്റർ, അല്ലേ? സോ നമ്മൾക്ക് എല്ലാവർക്കും ഈസ്റ്റർ ഒരു പുണ്യ ദിവസം, റീസ്റ്റോറേഷൻ ഓഫ് ദ ഡിവിനിറ്റിയാണ്, അല്ലേ? നമ്മുടെ ഇടയിൽ നിന്ന് ഡിവിനിറ്റീനെ അറ്റൈൻ ചെയ്ത ഒരാളാണ് ഈശോ മിശിഹായി. സോ പുത്തനായ ഈശോ മിശിഹായുടെ ജീവിതത്തിൽ ഉടനീളം പിതാവ് സഫറിങ് കൊടുത്തപ്പോൾ നമുക്ക് കാണിച്ചു തരുമായിരുന്നു ഈശോ മിശിഹായി നമ്മുടെ ചോയ്സ് എന്താണ്. നമ്മൾ ജീസസ് ക്രൈസ്റ്റിന്റെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒറ്റ സഫറിങ് ഇല്ല. എന്നിട്ട് നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത്? സെപ്പറേഷൻ ആണ് ചൂസ് ചെയ്യുന്നത്, യൂണിയൻ അല്ല. സോ ഈശോ മിശിഹായുടെ ഈ സഫറിങ്ങിൽ പോലും അദ്ദേഹം, നമ്മുടെ മിശിഹായി തെരഞ്ഞെടുത്ത വഴി എന്താണ്? യൂണിയൻ, ഈശ്വരനുമായിട്ടുള്ള യൂണിയൻ. ഈശ്വരനെ മുറുക്ക പിടിച്ച് അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് ലോകമെമ്പാടും പരത്താനാണ് അദ്ദേഹം. പക്ഷേ നമ്മുടെ ലൈഫിൽ ചെറിയൊരു ഒരു സഫറിങ് തന്നെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു മോശ അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത്? സെപ്പറേഷൻ കോൺഷ്യസ്നെസ് ആണ് ചൂസ് ചെയ്യുന്നത്. നമ്മൾ ആ ഒരൊറ്റ നിമിഷം ലവിൽ നിന്ന് ദൂരെ പോകും, യൂണിയൻ കോൺഷ്യസ്നെസ് ദൂരെ പോകും. ഞാൻ ഇവിടെ ട്വിൻ ഫ്ലെയിം ജേർണിയുടെ കാര്യം മാത്രമല്ല, ഞാൻ പൊതുവേ ഉള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മുന്നിൽ ഈ ഈശ്വരന്റെ കഥകൾ വരുന്ന എന്തുകൊണ്ടാണ്? മിശിഹയുടെ കഥകളായിക്കോട്ടെ, ഇപ്പം ഹിന്ദു ധർമ്മത്തിലെ കൃഷ്ണന്റെയും രാമന്റെയും ദേവന്റെയൊക്കെ കഥകൾ എന്താണ് നമ്മളെ പഠിപ്പിക്കാനൊക്കെ? സോ സഫറിങ് ഈ ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ യെസ്, നമ്മുടെ ലൈഫിൽ ഒരുപാട് ചിലപ്പം നെഗറ്റീവ് എക്സ്പീരിയൻസ് വരും. ആ എക്സ്പീരിയൻസിലും നമ്മുടെ ഭഗവാന്മാർ, അല്ലെങ്കിൽ നമ്മുടെ മിശിഹായ്, നമ്മുടെ കൃഷ്ണൻ എന്താണ് ചൂസ് ചെയ്തത്? അവരെല്ലാവരും ഈശ്വര തത്വത്തെയാണ് മുറുക്ക പിടിച്ചിരിക്കുന്നത്. ഇത്രയൊക്കെ സാഹചര്യം വന്നിട്ടും അവരുടെ ഉള്ളിലെ ആ ഈശ്വര ചൈതന്യത്തെയോ അവരുടെ ഉള്ളിലെ ഈശ്വരനായിട്ടുള്ള വിശ്വാസത്തെയോ എന്താ പറയാ, അവരെ കെടുത്തിയിട്ട് ദൂതന്മാര് സങ്കടപ്പെട്ടിരിക്കാൻ, അവരെ രക്ഷിക്കാൻ ദൈവപുത്രൻ വരും എന്ന് അവർ തീവ്രമായി വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ മുന്നിൽ ദൈവപുത്രൻ വന്നപ്പോൾ അവർ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് അവരുടെ ഇമാജിനേഷനിൽ അവരെന്താണ് വിചാരിച്ചത്? ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഫൈറ്റിംഗ് നടത്തുകയും അവരുടെ സഫറിൽ നിന്ന് ഒറ്റയടിക്ക് ഉയർത്തി എഴുന്നേൽപ്പിക്കുന്ന ആളായിരിക്കും എന്നാണ് ജൂതന്മാർ അല്ലെങ്കിൽ ഇന്നത്തെ ആൾക്കാർ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇവിടെ കർത്താവ് തെരഞ്ഞെടുത്ത വഴി എന്താണ്? സമാധാനത്തിന്റെ വഴിയാണ് തെരഞ്ഞെടുത്തത്. ഫൈറ്റിംഗ് അല്ല. അദ്ദേഹം എങ്ങനെ പീസ്, സമാധാനത്തിൽ എങ്ങനെ എല്ലാവരെയും ഒത്തുചേർത്തോണ്ട് പോകാനാണ് അദ്ദേഹം ലോകത്തെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്. പക്ഷെ നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള മൈൻഡ് കാരണം, നമ്മുടെ ഓവർ ജഡ്ജ്മെന്റ് കാരണം നമ്മൾ എന്താ അദ്ദേഹത്തെ ടീച്ചിങ്സിനെ ഫോളോ ചെയ്യാതെ, അദ്ദേഹത്തിന്റെ പ്രണയത്തെ നമ്മൾ മനസ്സിലാക്കാതെ, അദ്ദേഹത്തിന്റെ അനുകമ്പയെ നമ്മൾ മനസ്സിലാക്കാതെ അദ്ദേഹത്തെ നമ്മൾ എന്താണ് ഒരു തെറ്റുകാരനായിട്ട് കുരിശ് തറയ്ക്കുകയാണ് ചെയ്തത്. സോ ഇതാണ് സെപ്പറേഷൻ കോൺഷ്യസിന്റെ പ്രത്യേകത. ഞാൻ ഈ ഒരു സ്റ്റോറി പറയാനുള്ള കാരണം ഇത് തന്നെയാണ് നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേർണിയിലും കാണിക്കുന്നത്. ബിക്കോസ് ഈ ലോകത്തിൽ ഉടനീളം ഇപ്പം എർത്തിന്റെ കോൺഷ്യസിൽ കൂടുതൽ നിൽക്കുന്ന സെപ്പറേഷൻ ചോയ്സസ് ആണ്, സെപ്പറേഷൻ ഫിയർ ആണ്. മനസ്സിലായില്ലേ? ഫിയർ, സെപ്പറേഷൻ, ആങ്കർ, ഇലൂഷൻ, ഇതിന്റെ പുറത്താണ്, ഈഗോയിസ്റ്റ് രീതിയിലാണ് നമ്മുടെ എർത്തിന്റെ വൈബ്രേഷൻ നിൽക്കുന്നത്. ആ ഒരു മൊമെന്റിലാണ് ട്വിൻ ഫ്ലെയിം അവേക്കനിങ്, മാസീവ് ട്വിൻ ഫ്ലെയിം അവേക്കനിങ് വരുന്നത്. ഈ ട്വിൻ ഫ്ലെയിം അവേക്കനിങ്ങിൽ നിങ്ങൾ അവേക്കൺ ചെയ്ത സോളുകളോട് ഭഗവാൻ പറയുന്ന യൂണിയനെ ചൂസ് ചെയ്യാണ്. പക്ഷെ എർത്തിന്റെ മെട്രിക്സിൽ ഓൾറെഡി സെപ്പറേഷൻ കോൺഷ്യസ്നെസ് ആയിട്ട് നമ്മളെ ആ സെപ്പറേഷൻ കോൺഷ്യസിലേക്ക് പിന്നോട്ട് വലിക്കും. നമ്മൾ മുന്നോട്ട് പോകാൻ നിൽക്കും, ഈ സെപ്പറേഷൻ കോൺഷ്യസ് നമ്മളെ പിന്നോട്ട് വലിക്കും. സോ ഇറ്റ്സ് അപ് ടു യു. ഇത് നമ്മുടെ പുറത്താണ്, നമ്മൾ എന്താണ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളത്. സോ നമ്മൾ 12 പേരെ കർത്താവ് ശിഷ്യന്മാരായിട്ട് സ്വീകരിക്കുമ്പോൾ ആ 12 പേരും സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന ആളുകളായിരുന്നു.
ആർക്കും വേണ്ടാതെ, സമൂഹത്തിൽ ആർക്കും വേണ്ടാത്ത 12 പേരെയാണ് കർത്താവിന്റെ ശിഷ്യന്മാരായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. സോ ആ ആർക്കും വേണ്ടാത്ത എന്ന് ഉദ്ദേശിക്കും. സോ നമ്മൾ എപ്പോഴും അൺവാണ്ടഡ് ആയിട്ടുള്ള ചൈൽഡ്, അല്ലെങ്കിൽ നമ്മൾ അൺലവബിൾ, അൺവർദിനെസ് എന്ന ട്രോമയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, ദാറ്റ് വി ആർ ഡിവൈൻ ചൈൽഡ് ഓഫ് ഗോഡ്. നമ്മൾ ഭഗവാന്റെ അല്ലെങ്കിൽ ഈശ്വരന്റെ ദൈവപുത്രന്മാരും പുത്രികളുമാണെന്ന്. ഈ ഒരു സത്യത്തെയാണ് നമ്മൾ നിരസിക്കുന്നത്. നമ്മൾ എപ്പോഴൊക്കെ സെപ്പറേഷനെ ചൂസ് ചെയ്യുന്നു, സെപ്പറേഷൻ മീൻസ് ലൈക്ക് സെപ്പറേഷന്റെ യഥാർത്ഥ അർത്ഥം ലാക്ക് ഓഫ് ലവ് ആണ്, സ്നേഹമില്ല എന്നർത്ഥം, പ്രണയമില്ല. സോ ലവ് ഈസ് ഗോഡ് എന്ന് പറയാനുള്ള കാരണം യൂണിയനിൽ മാത്രമേ ഗോഡ് ഉള്ളൂ. എവിടെയൊക്കെ പെയിൻ ഉണ്ടോ, എവിടെയൊക്കെ ഫിയർ ഉണ്ടോ, എവിടെയൊക്കെ ഇലൂഷൻ ഉണ്ടോ, എവിടെയൊക്കെ ഈഗോ ഉണ്ടോ, അവിടെയൊന്നും ഗോഡ് ഇല്ല. ഗോഡ് ഉള്ളിടത്ത് പീസ് കാണും, അബണ്ടൻസ് കാണും, ലവ് കാണും, ആൻഡ് അൾട്ടിമേറ്റ് യൂണിയൻ കാണും. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ചോയ്സ് എന്താണ്, മനസ്സിലായില്ലേ? സോ ഞാൻ ഈശോ മിശിഹായിനെ ഒറ്റിക്കൊടുത്ത ജൂദാസിന്റെ കഥ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ജൂദാസിന്റെ കഥ എന്താണ്? സോ കർത്താവ് ഈ 12 ഡിസൈബിളിൽ അദ്ദേഹത്തെയും ജൂദാസിനെയും തെരഞ്ഞെടുത്തു തന്റെ ശിഷ്യനായിട്ട്. സോ അദ്ദേഹത്തിന് അറിയാം, മുൻകൂട്ടി അദ്ദേഹത്തിന് അറിയാം, ലൈക്ക് ഈ ജൂദാസ് അദ്ദേഹത്തിന് വെള്ളിക്കാശിന്, ഓർമ്മയില്ല, സോറി, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, ജൂദാസ് ഒറ്റിക്കൊടുക്കുമെന്ന് കർത്താവിന് നല്ലതുപോലെ അറിയാം. ഓൾറെഡി കർത്താവിന് അറിയായിട്ടും ജൂദാസിന് ഒരു ചാൻസ് കൊടുക്കുകയാണ്, അദ്ദേഹത്തിന്റെ ആ എഴുതി വെച്ചിരിക്കുന്ന ആ ഫെയ്റ്റിനെ മാറ്റാൻ. മനസ്സിലായില്ലേ? മാറ്റാൻ 30 വെള്ളിക്കാശിന് അദ്ദേഹം കർത്താവിനെ ഒറ്റിക്കൊടുത്തു. സോ ഇവിടെ ജീസസ്, അപ്പം ഇവിടെയാണ് നമ്മൾ ഫ്രീ വിൽ എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് കർത്താവ് ഇടപെടത്തില്ല. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ ഒരാൾ എന്നെ 30 വെള്ളിക്കാശിന് വിൽക്കുമെന്ന് അല്ലെങ്കിൽ ഒറ്റിക്കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. സോ എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായിരിക്കുന്നുണ്ട്, എന്താണ് ഈ കർത്താവ് പറയുന്നത്, ഞങ്ങൾ എങ്ങനെയാണ് കർത്താവിനെ ഒറ്റുന്നത് പറഞ്ഞ് അവരെ തന്നെ ഇറക്കുമ്പോൾ. പക്ഷെ കർത്താവ് അവിടെ ഓൾറെഡി പറയുന്നുണ്ട്, ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾ വന്ന് പെടും. ഓൾറെഡി കർത്താവ് അപ്പൊ നമ്മൾ സംസാരിക്കാല്ലേ, എനിക്ക് ഓൾറെഡി അറിയാമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ചൂസ് ചെയ്യത്തില്ലായിരുന്നു, ഇങ്ങനെ ചൂസ് ചെയ്തേനെ. ബട്ട് ഇവിടെയാണ് നമ്മുടെ ഫെയ്ത്തിന്റെ ടെസ്റ്റ് വരുന്നത്. സോ ഈ ഒരു സമയത്ത് ജൂദാസ് എന്താണ് ചോയ്സ് എടുത്തത്? ടു കർത്താവിനെ ഒറ്റുക എന്നുള്ള ചോയ്സ് ആണ്. സോ അദ്ദേഹം വിചാരിച്ച ഒറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ജീസസിന് മിറാക്കിൾ കാണിക്കും, ആരാണ് ജീസസ് എന്നുള്ള കാണിക്കും എന്ന രീതിയിലാണ് അദ്ദേഹം ആ കാര്യത്തെ കൈകാര്യം ചെയ്തത്. പക്ഷെ മീൻസ് കർത്താവ് ഈ ഒരു ആ ഒറ്റിക്കൊടുത്തലിലൂടെ കർത്താവ് ഈ പെയിൻഫുൾ ആയിട്ടുള്ള സകല ക്രൂസിഫിക്കേഷന്റെ പ്രോസസ്സിലൂടെ അദ്ദേഹം കടന്നു പോകുമെന്ന് മേ ബി ജൂദാസും വിചാരിച്ച് കാണത്തില്ല. അദ്ദേഹം വിചാരിച്ച് കാണുമായിരിക്കും ചിലപ്പം, കർത്താവ് അല്ലേ, ഗോഡ് അല്ലേ, ഗോഡിന് പവർ അല്ലേ, അപ്പം ഇതൊക്കെ വളരെ ഈസി ആയിട്ട് അദ്ദേഹത്തിന്റെ പവർ കാണിച്ചിട്ട് ഞാനാണ് ഈശ്വരപുത്രൻ, എന്നെ എല്ലാവരും അങ്ങനെ കാണും. പക്ഷെ അതൊന്നും കർത്താവ് ചെയ്തില്ല. കർത്താവ് അപ്പോഴും സമാധാനത്തിന്റെ പാത, പീസിന്റെ വഴിയിൽ തന്നെ പോയി. മനസ്സിലായില്ലേ? സോ ഇറ്റ്സ് അപ് ടു യു, എന്താണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? നിങ്ങൾക്ക് ഈശ്വരന്റെ പാത, യൂണിയൻ കോൺഷ്യസ്നസ് പോകണോ, അതോ ഈ ലോകം മൊത്തം നിൽക്കുന്ന സെപ്പറേഷൻ കോൺഷ്യസ്നസ്സിൽ പോകണോ? കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ള എത്ര പേർക്ക് അറിയാം ട്വിൻ ഫ്ലെയിം ജേർണിയെ പറ്റി. സോ ഓരോരുത്തരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യം സത്യമാണോ അല്ലയോ. നിങ്ങൾ നിങ്ങളുടെ ആ എക്സ്പീരിയൻസിനെ വിശ്വസിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് വേറൊരാളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഈവൻ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ പോലും നിങ്ങൾക്ക് വിശ്വസിപ്പിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് ഇറ്റ്സ് യുവർ സോൾ. നിങ്ങളുടെ സോളിന്റെ തന്നെ മാസ്കുലിൻ വെർഷൻ ആണ് ഡിവൈൻ മാസ്കുലിൻ. ഇനി നിങ്ങളൊരു മാൻ ആണെങ്കിൽ നിങ്ങളുടെ തന്നെ ഫെമിനൻ വെർഷൻ ആണ് നിങ്ങളുടെ ഡിവൈൻ ഫെമിനൻ. സോ നിങ്ങൾ ആ ഒരു സത്യത്തെ നിങ്ങളുടെ ഉള്ളിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല ദാറ്റ് നിങ്ങൾ ട്വിൻ ഫ്ലെയിം ആണ്. സോ അത് ഞാൻ ഇത് തന്നെ പറയാൻ ആഗ്രഹിക്കും. എന്നിട്ട് എനിക്ക് വീണ്ടും പിന്നെ ഒരു കഥ ഷെയർ ചെയ്യാനുള്ള സൈമന്റെ കഥയാണ്. സൈമന്റെ കഥ പറയാനുള്ള കാരണം, നമ്മളും സൈമനെ പോലെ പിന്നീട് സൈമന്റെ പേര് മാറ്റി പീറ്ററിനാണ് കർത്താവ് കൊടുത്തത് നാമം. അദ്ദേഹത്തിന്റെ കഥ പറയാൻ കാരണം അദ്ദേഹവും നമ്മളെപ്പോലെ വ്യക്തിയാണ്. അദ്ദേഹത്തും പറയും, എനിക്ക് ഭയങ്കര ഫെയ്ത്ത് ആണ് കർത്താവിൽ, ഞാൻ കർത്താവിൽ വിശ്വാസം അർപ്പിക്കും, കർത്താവിന് വേണ്ടി ജീവൻ പ്രാണൻ എല്ലാം. നമ്മൾ പറയുന്ന പോലെ എനിക്ക് യൂണിയൻ ആണ് വലുത്, എനിക്ക് ട്വിൻ ഫ്ലെയിം ജേർണിയാണ് വലുത്, ഞാൻ എല്ലാം ത്യജിക്കാൻ തയ്യാറാണ്, എനിക്ക് യൂണിയൻ മതി, അൾട്ടിമേറ്റ് യൂണിയൻ മതി എന്ന് നമ്മൾ പറയുമ്പോൾ, ആൻഡ് എക്സാക്ട്ലി അൾട്ടിമേറ്റ് യൂണിയൻ മതി എന്ന് നമ്മൾ ചോയ്സ് എടുക്കുമ്പോൾ ആ മൊമെന്റ് യൂണിവേഴ്സ് മൊത്തം ആ യൂണിയനിനെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ടിൽ ട്രയൽസ് ആൻഡ് എറേഴ്സ് നടത്തും. സോ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം ഉള്ളിൽ ട്രസ്റ്റ് അല്ലെങ്കിൽ ഉള്ളിൽ ഫെയ്ത്ത് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം യൂണിയനിൽ ഉള്ള മുറക്കെ പിടിക്കാനുള്ള ശക്തി ഉണ്ട്, സ്ട്രെങ്തനിങ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ സോൾ മസിൽസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഓരോ ട്രയൽസ് നടത്തും.
സോ ചിലപ്പോൾ നിങ്ങൾ ട്വിൻ ഫ്ലെയിമായിട്ട് നോ കോൺടാക്റ്റിൽ പോകും, ചിലപ്പോൾ നിങ്ങൾ ട്വിൻ ഫ്ലെയിമുമായിട്ട് എന്താ പറയാ ഹെവി ബൗണ്ടറിയിൽ പോകും, ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും മാരീഡ് സിറ്റുവേഷനിലായിരിക്കും, അല്ലെങ്കിൽ ഡിഫറെന്റ് കാസ്റ്റ്, ഡിഫറെന്റ് റിലീജിയൻ, അല്ലെങ്കിൽ ഡിഫറെന്റ് കൺട്രി, ഏജ് ഡിഫറൻസ്, അങ്ങനെ ഈ സൊസൈറ്റിക്കെതിരെ നിൽക്കുന്ന രണ്ടുപേര് യൂണിയനിൽ വരാനുള്ള സൊസൈറ്റി എതിരെ നിൽക്കുന്ന, സൊസൈറ്റി അംഗീകരിക്കാത്ത റൂൾസ് ആൻഡ് റെഗുലേഷൻ അദ്ദേഹം ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്മളെ നമ്മുടെ ട്വിൻ ഫ്ലെയിമായിട്ട് നമ്മളെ മീറ്റ് ചെയ്യിപ്പിക്കുന്നത്. ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുന്നു ഓരോരുത്തരും. ആൻഡ് ആ മൊമെന്റിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഘോര പ്രസംഗിച്ചു നമുക്ക് ട്വിൻ ഫ്ലെയിം യൂണിയൻ വേണം, നമുക്ക് ട്വിൻ ഫ്ലെയിം ആണ് ഇമ്പോർട്ടന്റ്, യെസ് നമ്മൾ റെഡിയാണ്. ബട്ട് ദ മൊമെന്റ് ആ മൊമെന്റിൽ നമുക്ക് ഫെയ്ത്ത് അല്ലെങ്കിൽ ഈശ്വരൻ പറഞ്ഞു, ഓക്കെ ഈശ്വരൻ നോക്കാണ്, ലൈക്ക് നീ പറഞ്ഞ പോലെ നിന്റെ പ്രവൃത്തിയിലും നിന്റെ വാക്കിലും ആക്ഷനിൽ അത് വരുന്നുണ്ടോ? നീ പറഞ്ഞു നീ എന്നെ വിശ്വസിക്കുന്നുണ്ട്, നിനക്ക് ട്വിൻ ഫ്ലെയിം യൂണിയൻ ആണ് വേണ്ടത്, പക്ഷെ നീ അത് ആക്ഷനിലൂടെ പ്രാവർത്തികമാക്കുന്നുണ്ടോ? അപ്പൊ അങ്ങനെ നമ്മുടെ ഉള്ളിലെ ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നത്, നമ്മുടെ ഉള്ളിലെ ട്രസ്റ്റ് ആണ് പുറത്ത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മുടെ ഉള്ളിലെ ട്രസ്റ്റ് നമ്മളിങ്ങനെ ഘോര പ്രസംഗിക്കും, നമ്മളെ ഡൗട്ട് സെപ്പറേഷൻ കോൺഷ്യസ് ചാലഞ്ച് ചെയ്യും. ഓക്കെ നീ പറയുന്നല്ലോ നിനക്ക് ട്വിൻ ഫ്ലെയിം ജേർണി ആണ് വലുത്, യൂണിയൻ ആണ് വലുത്, ഓക്കെ ലെറ്റ് മീ ടെസ്റ്റ്. സെപ്പറേഷൻ കോൺഷ്യസ് ആണ് ടെസ്റ്റ് ചെയ്യുന്നത്, ഗോഡ് അല്ല. സോ ഗോഡ് ആ സമയത്ത് അലൗ ചെയ്യും ആ ടെസ്റ്റ് നടത്താം, ബിക്കോസ് നമ്മുടെ ഉള്ളിലെ യൂണിയൻ കോൺഷ്യസ്നെസിന്റെ സെപ്പറേഷൻ ആണ് അവിടെ കാണിക്കുന്നത്. യൂണിയൻ കോൺഷ്യസ് ഉള്ള സെപ്പറേഷൻ ചോയ്സ് ആണ് അവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. അതാണ്ട് ഇത് നിങ്ങളെ നീ ഈശ്വരൻ നമ്മൾ മിസ് അലൈൻമെന്റ് ആണ്, സോ ഇത് ഹീല് ചെയ്യാം. അങ്ങനെ ആ ഹീല് ചെയ്യുന്ന ആ മൊമെന്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഡൗട്ട്. ഓക്കെ എന്റെ ട്വിൻ ഫ്ലെയിം എന്നോട് സംസാരിക്കുന്നില്ല, സോ ദാറ്റ്സ് മീൻ എന്റെ ട്വിൻ ഫ്ലെയിം ആയിരിക്കത്തില്ല. ഇനി ട്വിൻ ഫ്ലെയിം ഉള്ളപ്പോൾ തന്നെ നമ്മുടെ നിങ്ങൾ കല്യാണം കഴിച്ചതാണ്, നിങ്ങളുടെ പാർട്ട്ണർ ഭയങ്കര ലവിങ് അല്ലെങ്കിൽ കെയറിങ് തരുമ്പോൾ ഇനി അപ്പൊ നിങ്ങൾക്ക് വീണ്ടും കൺഫ്യൂഷൻ, ലൈക്ക് ഇതാണോ എന്റെ ട്വിൻ ഫ്ലെയിം, എനിക്ക് പറഞ്ഞ തെറ്റ് പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ അനാവശ്യമായി ഗിൽറ്റ് വരും. ഇനി നിങ്ങൾ ട്വിൻ ഫ്ലെയിമുമായിട്ട് നിങ്ങൾ എല്ലാം ഓക്കെ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ ഈശ്വരനെ വിശ്വസിക്കുകയും മൊമെന്റിൽ എന്തെങ്കിലും ഒരു ചെറിയ മൊമെന്റിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിം നോ കോൺടാക്റ്റിന് ഇപ്പോൾ അല്ലെങ്കിൽ ബൗണ്ടറി വെച്ച് നിങ്ങൾ ഇനി വിളിക്കരുത്, നിങ്ങളെ കാണരുത്, നമ്മൾ പിരിയാന്ന് അദ്ദേഹം ചോയ്സ് എടുക്കുമ്പോൾ നിങ്ങൾ ആ ചോയ്സിനെ നിങ്ങൾ ആ ചോയ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പിന്നെ ബിഹേവ് ചെയ്യുന്നത്. ലൈക്ക് നിങ്ങളുടെ ഈഗോ കയറി കളിക്കും, ലൈക്ക് ഓക്കെ എന്നെ വേണ്ടാത്ത ഒരാൾക്ക് എനിക്കും വേണ്ട. സോ നിങ്ങൾ അങ്ങനെ മോർ സെപ്പറേഷനിലായിരിക്കും ഇരിക്കുന്നത്, ബിക്കോസ് ഇറ്റ്സ് യുവർ ട്വിൻ ഫ്ലെയിം. ട്വിൻ ഫ്ലെയിം ധർമ്മം അത് തന്നെയാണ്, നിങ്ങളുടെ ഉള്ളിലെ സെപ്പറേഷൻ കോൺഷ്യസ്നെസ്സിനെ കാണിച്ചത്. ബിക്കോസ് നിങ്ങൾ എന്താ ചൂസ് ചെയ്ത്, നിങ്ങൾ എന്താണ് ഈശ്വരനോട് പറഞ്ഞത്? ലൈക്ക് ഞാൻ ട്വിൻ ഫ്ലെയിമിന് റെഡിയാണ്, യൂണിയന് റെഡിയാണ്, എനിക്ക് ഭഗവാനെയാണ് വിശ്വാസം, എനിക്ക് ഭഗവാനെയാണ് വേണ്ടത്. ബട്ട് ദ മൊമെന്റ് നിങ്ങളുടെ ആ ഒരു ഫെയ്ത്തിനെ ചാലഞ്ച് ചെയ്യപ്പെടുമ്പോൾ നിങ്ങളും ആ സെപ്പറേഷൻ കോൺഷ്യസിലേക്കാണ് പോകുന്നത്. ലൈക്ക് സൈമൺ, ഇവിടെ വീണ്ടും സൈമണിന്റെ സ്റ്റോറിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നത്. ലൈക്ക് സൈമൺ പറയുന്നത് പോലെ. സോ ആ സമയത്താണ് കർത്താവ് ലൈക്ക് സൈമണിന്റെയും ഈഡന്റെയും കുട്ടി അബോർഷൻ മിസ്കാരേജ് ആയപ്പോ അത് സൈമൺ അപ്പം കർത്താവിന്റെ കൂടെ ഓരോ സ്ഥലങ്ങളിൽ പോയി കർത്താവ് പ്രസംഗിക്കുമ്പോൾ കർത്താവിനൊപ്പമാണ് നിൽക്കുന്നത്. സോ ഈഡൻ ഇവിടെ മിസ്കാരേജ് ആകുമ്പോൾ സൈമണിനോട് എങ്ങനെ പറയണമെന്ന് അറിയാൻ വയ്യ. സോ ഒരു ദിവസം അവരുടെ കോൺവെർസേഷനിൽ ഈഡൻ പറയും നമ്മുടെ മിസ്കാരേജ് ആയിപ്പോ. അപ്പൊ സൈമണ് വല്ലാത്ത വിഷമം, ദേഷ്യവും സങ്കടവും ഒക്കെയാണ് വരുന്നത്. ലൈക്ക് എന്റെ ഇത്ര ഫെയ്ത്ത് നമുക്ക് ഉണ്ടാവാറുള്ള പോലെ ഞാൻ ലൈക്ക് സൈമണിനോട് പറയും എനിക്ക് ഇത്ര ഫെയ്ത്ത് ഉണ്ടായിട്ടും ട്രസ്റ്റ് ഉണ്ടായിട്ടും ഞാൻ എൻ്റെ വീടും ഒക്കെ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ കർത്താവിന്റെ ഒപ്പം നടക്കുന്നത്, സ്റ്റുഡന്റ് ആയിട്ട് നടക്കുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് കർത്താവ് എൻ്റെ വീട്ടിൽ മീൻസ് എന്നെ ഹീല് ചെയ്തില്ല? അറിയാത്ത ആൾക്കാരെ അല്ലെങ്കിൽ മീൻസ് വേണ്ടാത്ത ആൾക്കാരെ, സമൂഹത്തിന് വേണ്ടാത്തവരൊക്കെ, നമ്മളെ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് പോലും കർത്താവ് മിറക്കിൾസ് കാണിക്കുന്നു, അവരെ രക്ഷിക്കാൻ കർത്താവ് പോകുന്നു. എന്തുകൊണ്ട് കർത്താവിന്റെ സ്റ്റുഡന്റ് ആയ എൻ്റെ ഫാമിലിക്ക് ഇങ്ങനെ ഒരു ഗതി വന്നു? എന്തുകൊണ്ട് എനിക്ക് ഈ ഗതി വന്നു? എന്തിന് ഈഡനും എന്നോട് ഈ ചതി ചെയ്ത്? എന്തുകൊണ്ട് അവർ ആ ഒരു ഫ്രസ്ട്രേഷൻ, ആ ആങ്കറിലാണ് കർത്താവിനൊപ്പം അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ഈഡനും ഇതേ ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ ചെയ്തത്? ഞാൻ എന്തുകൊണ്ടാണ് തെറ്റിയത്? കർത്താവ് എന്തുകൊണ്ടാണ് എന്നെ വെറുത്തത്? അല്ലെങ്കിൽ ഈശ്വരൻ എന്തുകൊണ്ടാണ് എനിക്ക് ഈ ഒരു മൊമെന്റിലൂടെ തന്നത്? എൻ്റെ ഫെയ്ത്ത് മനസ്സിലായില്ലേ? നമ്മളും ഇതുപോലെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും, എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിച്ചത്? നമ്മുടെ യൂണിയനിൽ അല്ലെങ്കിൽ നമ്മുടെ ട്വിൻ ഫ്ലെയിം നമ്മളൊരു സെപ്പറേഷൻ കോൺഷ്യസ്നസ് കാണിച്ചപ്പോൾ നമ്മളും ഇതേ ചോദ്യമാണ് ചോദിക്കുന്നത്, എന്തിന് എന്നെ ചൂസ് ചെയ്തു? ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? ഞാൻ എല്ലാം കൊണ്ട് എൻ്റെ ട്വിൻ ഫ്ലെയിമിനെയാണല്ലോ ചൂസ് ചെയ്തത്, പക്ഷെ എന്തുകൊണ്ട് എൻ്റെ ട്വിൻ ഫ്ലെയിം എന്നോട് മിണ്ടുന്നില്ല? എന്തുകൊണ്ട് ഈ ഒരു സെപ്പറേഷൻ ഉണ്ട്? എന്തുകൊണ്ട് അദ്ദേഹം വേറെ മാരീഡ്? എന്തുകൊണ്ട് ഞങ്ങൾ മാരേജിന് മുന്നേ കണ്ടുപിട്ടില്ല? എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം വരും. നമ്മളും സൈമനെ പോലെ ആ ഒരു ഡൗട്ടില്, ഫിയറിലും ഇലൂഷനിലും നമ്മളും ഇങ്ങനെ അതിനാൽ ഒരു കേജ് പോലെ ഒരു കൂടുണ്ടാക്കി നമ്മൾ അതിലിരിക്കും. ആൻഡ് നമ്മൾ എന്താ പെയിനെ നമ്പ് ഔട്ട് ചെയ്യും. സോ കർത്താവിനോട് അങ്ങോട്ട് പോയി ചോദിക്കുന്നതിന് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നതിന് പകരം സൈമണും അത് സപ്രസ് ചെയ്യാനാണ് നോക്കിയത്, ഈഡനും സപ്രസ് ചെയ്യാനാണ് നോക്കിയത്.
ആൻഡ് ഫൈനലി സൈമൺ ഒരു കർത്താവിൻ്റെയും ഒരു പ്രസംഗം കഴിഞ്ഞതിന് ശേഷം അവരോട് പറയും, വള്ളത്തിൽ കൂടെ നിങ്ങൾ ആ നദിക്കര ഈ കര കടന്ന് അപ്പുറത്തെ കര വരെ ഒരു വള്ളത്തിൽ വരാൻ പറയും, ഞാൻ അങ്ങ് എത്തിക്കോളാന്ന് കർത്താവ് പറയും. അപ്പൊ എല്ലാവരും മന്ത്രി ശിഷ്യന്മാരും കൂടെ പോവുകയാണ്. അങ്ങനെ നടുക്കടലിൽ എത്തുമ്പോഴാണ് അവിടെ ഒരാൾ നിൽക്കുന്നതായിട്ട് അവർക്കൊക്കെ തോന്നുന്നത്. ജോൺ പറയും അവിടെ ആരോ നിൽക്കുന്നുണ്ടെന്ന് പറയും. സോ എല്ലാവരും വിചാരിക്കും അതെന്തോ പ്രേതമായിരിക്കും, അല്ലെങ്കിൽ ഈ നടുക്കടലിൽ ആരാണ് അവിടെ നിൽക്കുന്നത്. സോ സൈമൺ പറയും എല്ലാവരും ഒന്ന് പീസ്ഫുൾ ആയിരിക്കുക, അതെനിക്കറിയാതെ ആരാണെന്ന്. സോ കർത്താവാണെന്ന് സൈമൺ അത് തിരിച്ചറിയും. അപ്പൊ സൈമൺ പറയും, എന്തുകൊണ്ടാണ് കർത്താവെ നീ ഇങ്ങനെ ഒരു വിധി എനിക്ക് തന്നത്? സോ സൈമൺ അപ്പൊ കർത്താവ് ചോദിക്കും, ഓക്കെ നടുക്കടലിലാണ് കർത്താവ് നിൽക്കുന്നത്, സോ എന്ത് വിധി? എന്റെ അടുത്തേക്ക് വരൂ സൈമൺ, നിനക്ക് വിശ്വാസമുണ്ട്? അപ്പം സൈമൺ ചാലഞ്ച് ചെയ്യേ, എനിക്ക് കർത്താവിനെ വിശ്വാസമാണ്, ഞാൻ കർത്താവ് പറഞ്ഞാൽ ഞാൻ ഈ നടുക്കടലിൽ കൂടെ നടക്കും, പക്ഷെ കർത്താവിന് എന്നെ മുങ്ങാതെ നോക്കാൻ പറ്റുമോ എന്ന് കർത്താവിനെ ചാലഞ്ച് ചെയ്യുമ്പോൾ കർത്താവ് പറയാണ്, യെസ് നീ എൻ്റെ അടുത്തേക്ക് വരൂ, നീ നിനക്ക് കടുകു മണിയോളമുള്ള വിശ്വാസം കൊണ്ട് നീ എന്നിലേക്ക് വരും, ഞാൻ നിന്നെ നോക്കിക്കോളാം, നിന്റെ ഭാരങ്ങൾ എന്നിലേക്ക് തരും, ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന് പറയും. ആ വിശ്വാസത്തെ സൈമൺ ഇറങ്ങാൻ പോകുമ്പോൾ എല്ലാവരും പറയും ഇറങ്ങണ്ട. പക്ഷെ സൈമൺ പറയില്ല, ഞാൻ ഇറങ്ങും. അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഫെയ്ത്ത് ഉള്ള സമയത്ത് അദ്ദേഹം ഇറങ്ങി നടക്കുക തന്നെ ചെയ്യും. നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹം നടുക്കടലിലെ ആ ഓളങ്ങളെ കാണുന്നത്. അദ്ദേഹം നടുക്കടലിലാണെന്നുള്ള ബോധം അദ്ദേഹത്തിന്റെ ഈഗോ മൈൻഡ് കയറി ഇടപെടും. കാരണം മൈൻഡും ഫെയ്ത്തും തമ്മിൽ സോളിന്റെ ഫെയ്ത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഫെയ്ത്ത് അല്ലെങ്കിൽ ഡൗട്ട് കയറി ഇടപെട്ടു. പുറത്തെ സിറ്റുവേഷൻ, അതായത് നടുക്കടലാണ്, ഭയങ്കര തിരമാലകൾ വരുന്നു, ഇടിമിന്നലാണ്, ഭയങ്കര മഴ, കോരിച്ചൊറിയുന്ന മഴയാണ്. അപ്പോഴയാള് ചുറ്റും നോക്കുമ്പം അദ്ദേഹത്തിന്റെ ഫെയ്ത്ത് ഒന്ന് ഇടറുമ്പോൾ, അദ്ദേഹത്തിന്റെ കാലിടറി വെള്ളത്തിൽ അദ്ദേഹം മുങ്ങാൻ പോകുമ്പോൾ കർത്താവിനോട് പറയും, എന്നെ രക്ഷിച്ചാലും ഭഗവാനെ, ലൈക്ക് സറണ്ടർ മോഡിൽ എന്നെ രക്ഷിച്ചാലും. അപ്പൊ അതേ സമയത്ത് കർത്താവ് വന്ന് കൈ പിടിച്ച് ഉയർത്തുകയാണ് സൈമൺ. എന്ന് സൈമണോട് പറയണം, ബിലീവ് മീ, എന്നെ മാത്രം നോക്കുക, ചുറ്റുമുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഈ സെപ്പറേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, നീ എന്നിൽ ഫെയ്ത്ത്, നിന്റെ വിശ്വാസം എന്നിൽ ഉറപ്പിച്ച് നീ എന്നിൽ നടക്കുക. കാരണം അങ്ങോട്ടും നിന്റെയും ഈഡന്റെ ലൈഫിൽ ഒരുപാട് ചാലഞ്ചസ്, നല്ലതും മോശപരമായ ചാലഞ്ചസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ സമയത്തൊന്നും നിന്റെ ഉള്ളിലെ ഫെയ്ത്തിനെ, വിശ്വാസത്തെ നീ തള്ളിക്കടത്താതെ എന്നോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് സൈമണോട് പറയുന്നുണ്ട്. സോ സൈമൺ വളരെ ഭയങ്കര സങ്കടത്തിൽ കരയുന്നുണ്ട്. ആ ഒരു മൊമെന്റ് ഒക്കെ നമ്മുടെയും ഒരു വൾണറബിലിറ്റി ആണ് കാണിക്കുന്നത്. നമ്മുടെയും ഫെയ്ത്ത് ചലഞ്ച് ചെയ്യപ്പെടും. സോ ആ സമയത്ത് നമ്മൾ ഈശ്വരനിൽ മുറുക്കെ പിടിക്കുക. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിൽ നിങ്ങൾ നോ കോൺടാക്റ്റിൽ പോകുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും മാരീഡ് ആണെന്നുള്ള കണ്ടീഷൻസ് കാണുമ്പോൾ, നിങ്ങൾ രണ്ടുപേരും ഒന്നാകത്തില്ലെന്ന് സൊസൈറ്റിയുടെ കണ്ടീഷൻ അനുസരിച്ച് ഒന്നാകത്തില്ലെന്നുള്ള ഒരു കാര്യം നിങ്ങളുടെ ഈഗോ ഉറക്കെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം വിശ്വസിക്കുക, ലൈക്ക് ഈശ്വരനെ മുറുക്കെ പിടിക്കുക. ഈശ്വരനാണ് എനിക്ക് ജേർണി തന്നത്, ഈശ്വരനാണ് എൻ്റെ ലൈഫിൽ ട്വിൻ ഫ്ലെയിമിനെ തന്നത്. സോ യൂണിയൻ ഓൾറെഡി എഴുതപ്പെട്ട ഒരു കാര്യമാണ്, ആൻഡ് അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആൻഡ് ചൂസ് ലവ്, ചൂസ് യൂണിയൻ. മുന്നോട്ടുള്ള യാത്രയിൽ ഒരു തടസ്സമില്ലാതെ ഈശ്വരനെ തന്നെ മുറുക്കെ പിടിക്കുക. വേറെ ആരെയല്ല നിങ്ങൾ മുറുക്കെ പിടിക്കുന്നത്, ഈശ്വരനെയാണ്. ആൻഡ് എനിക്ക് കഥ പറയാനുള്ളത് ലിറ്റിൽ ജെയിംസിന്റെ കഥ. അദ്ദേഹം വികലാംഗനാണ്. ആൻഡ് അദ്ദേഹം വന്ന് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്, അതായത് കർത്താവ് ചോദിക്കുന്നുണ്ട്, ഞാൻ ഓൾറെഡി വികലാംഗനാണ്, എങ്ങനെയാണ് കർത്താവ് പറയുന്നത് ഞാൻ ആൾക്കാരെ സുഖപ്പെടുത്തും, എൻ്റെ പ്രസംഗങ്ങൾ ആൾക്കാരെ സുഖപ്പെടുത്തും, ഞാൻ രോഗികളെ സുഖപ്പെടുത്തുന്നു? കാരണം ഓൾറെഡി എൻ്റെ കാല് വികലാംഗ അവസ്ഥയിലിരിക്കും, ഞാൻ എങ്ങനെയാണ് വേറെ ആളെ സുഖപ്പെടുത്തുന്നത്? ഇത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസിലൂടെ പറയാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ ലൈഫിൽ ഒരുപാട് മോശം എക്സ്പീരിയൻസ് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസ് നിർത്താനുള്ള മെയിൻ കാരണം ഞാൻ എന്താ ആലോചിച്ചെന്നറിയാം, എൻ്റെ ലൈഫിൽ ഇത്രയും മോശം എക്സ്പീരിയൻസ് അറിയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എല്ലാം തകിടം പറയുന്ന അവസ്ഥയിൽ ഞാൻ എങ്ങനെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു ഹോപ്പ് കൊടുക്കാൻ പറ്റും, എങ്ങനെ എനിക്ക് ഹോപ്പ് കൊടുക്കാൻ പറ്റും? ഇതേ ജെയിംസിന്റെ അതേ സിറ്റുവേഷൻ. കാരണം ബാക്കിയുള്ളവരുടെ ലൈഫിൽ ഞാൻ ഈ മിറക്കിൾസ് നടക്കുന്ന കാണുമ്പോൾ ഞാൻ ഡീപ്പ് വിശ്വാസം ഉണ്ടായിട്ടും എൻ്റെ ലൈഫിൽ എന്തുകൊണ്ട് ഈ ചാലഞ്ചസ് വന്നത് ഞാനുള്ള ചോദിക്കാത്ത ദിവസങ്ങളില്ല. ലിറ്റിൽ ജെയിംസിനോട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവർക്ക് പറയാം, ശരിയാ, മിറക്കിൾസിന്റെ സ്റ്റോറി പറയാൻ ഒരുപാട് സ്റ്റോറീസ് ഈ ലോകത്ത് കിടപ്പുണ്ട്. പക്ഷെ ലിറ്റിൽ ജെയിംസ്, നിന്റെ കയ്യിൽ നീ വികലാംഗനായിട്ടും നിന്റെ ഉള്ളിൽ ആ ധൈര്യം, കർത്താവിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ, ഈശ്വരനിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ, ഈശ്വരന്റെ ലവ് ആൻഡ് യൂണിയൻ ടീച്ചിങ്സിനെ ഈ ലോകമെമ്പാടും പ്രചരിപ്പിക്കാൻ ആ ഉള്ള ഫെയ്ത്ത്, ആ ഉള്ള ഡെഡിക്കേഷൻ വേറെ ആർക്കാണുള്ളത്? അത് തന്നെ ഏറ്റവും വലിയ അത്ഭുതമല്ലേ? ഈശ്വരന്റെ നമ്മൾ എപ്പോഴും ഈശ്വരനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഈശ്വരനിൽ നിന്ന് നമുക്ക് ഈശ്വരൻ എന്തെങ്കിലും ചെയ്തു തരുമ്പോഴാണ് നമുക്ക് ഫെയ്ത്ത് ഉണ്ടാവുന്നത്.
അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാജിക്കലിനെ ബിലീവ് ചെയ്യുന്നത്. പക്ഷെ ദൈവം നമുക്ക് ഒന്നും തരുന്നില്ല. ലൈക്ക് പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല, നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന പ്രോസസ് ഒന്നും നടക്കുന്നില്ല, പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഇന്നർ വർക്ക് ഒന്നും നിങ്ങൾക്ക് ഉത്തരങ്ങൾ പുറമേ കാണുന്നില്ല. ഡു യു സ്റ്റിൽ, നിങ്ങൾ ബിലീവ്, നിങ്ങൾ സ്റ്റിൽ ചൂസ് ചെയ്യോ? ഈശ്വരനെ ചൂസ് ചെയ്യോ? യൂണിയനെ ചൂസ് ചെയ്യോ? ട്വിൻ ഫ്ലെയിമിനെ ചൂസ് ചെയ്യോ? നിങ്ങളെ ചൂസ് ചെയ്യോ? ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ. അപ്പൊ ലിറ്റിൽ ജെയിംസ് പറയുന്നുണ്ട്, എനിക്ക് പാടാണ്, പറ്റുന്നില്ല. അപ്പം പറയും, കർത്താവ് പറയും, ട്രസ്റ്റ് മീ, എന്നോടുള്ള വിശ്വാസം നീ അത്രമാത്രം സ്ട്രോങ് ആക്കണം. നിനക്ക് ഈ വികലാംഗനായിരിക്കും, നിന്റെ നിന്റെ ബലഹീനതയാണ്, അത് ഏറ്റവും വലിയ ആയുധമാണ്, ശക്തിയാണ് നിനക്കുണ്ടാവുന്ന ഈ എക്സ്പീരിയൻസ്. കാരണം ഒരു ഈശ്വരന് ഒന്നും പ്രതീക്ഷിക്കാതെ ഈശ്വരന് വേണ്ടി ഒരു ഈശ്വരന്റെ സേവകനാകുക, അതിൽ പരം ഒരു ഭാഗ്യം വേറെ ആർക്കാണുള്ളത്? സോ എന്റെ ആ മോശപ്പെട്ട അവസ്ഥയിൽ ഞാനിപ്പം ഓർക്കുമ്പോൾ അതാണ് എനിക്ക് ഫീൽ ആയത്. ലൈക്ക് എന്റെ ലൈഫിൽ ഇങ്ങനെ ഡിസാസ്റ്ററിന്റെ പുറത്ത് ഇങ്ങനെ ഓരോ നടക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് മറ്റുള്ളവർക്ക് ഹോപ്പ് കൊടുക്കാൻ പറ്റുന്നത്? പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായ കാര്യം, എന്റെ ലൈഫിൽ ആ ഒരു കാര്യങ്ങളാണ് ഏറ്റവും വലിയ ഹോപ്പിന് കാരണം ആ ഒരു നിമിഷം പോലും ഞാൻ ഭഗവാനെയോ എന്റെ യൂണിയനെയോ അല്ലെങ്കിൽ എന്റെ ട്വിൻ ഫ്ലെയിം ജേർണിനെയോ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ല. ചാലഞ്ചസ് വന്നപ്പോൾ ഞാൻ മുറുക്കെ പിടിച്ചു. യെസ്, വളരെ 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 പാടായിരുന്നു ആ മൊമെന്റിൽ. യൂണിയനെ ചൂസ് ചെയ്യാനുള്ളത് ഇമ്പോസിബിൾ ആയിരുന്നു എനിക്ക്. കാരണം ചുറ്റുമുള്ളതൊക്കെ എനിക്കെതിരെയായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ആ മൊമെന്റിലും ലിറ്റിൽ ജെയിംസിനെ പോലെ ഞാനും ഞാനും പതറിയിട്ടുണ്ട് ഭഗവാന്റെ അടുത്ത്. ലൈക്ക് എങ്ങനെ എനിക്ക് വീഡിയോ ഉണ്ടാക്കാൻ പറ്റത്തില്ല, എൻ്റെ ശക്തിയില്ല വീഡിയോ ഉണ്ടാക്കാൻ. കാരണം വീഡിയോ ഉണ്ടാക്കുന്ന വെച്ചാൽ എനിക്ക് തോന്നുമായിരുന്നു ആൾക്കാർ എന്തിനെന്നെ വിശ്വസിക്കണം. എൻ്റെ ലൈഫ് ഓൾറെഡി ഇങ്ങനെ കുളമായി കിടക്കുമ്പോൾ മറ്റുള്ളവരെ ഹീല് ചെയ്യാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ലൈറ്റ് പകർന്നു കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഇല്ല എന്നുള്ള ഞാൻ രീതിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഈശ്വരൻ തന്ന ഗൈഡൻസ്, ഈശ്വരൻ എന്നെ ഒരു ചാനൽ. പിന്നെ എനിക്ക് മനസ്സിലായി ഈശ്വരന് എന്നിലൂടെ ഒരു ലൈറ്റ് ആയിട്ടാണ്, ഒരു ചാനലായിട്ടാണ് ഈശ്വരൻ എന്നെ കാണുന്നത്. സോ അത് ഒരു ഭാഗ്യം തന്നെയാണ്. നമ്മൾ ഹാപ്പി ആയിരിക്കുമ്പോൾ മറ്റുള്ളവരെ ഹാപ്പി ആക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ സങ്കടങ്ങളിൽ നമ്മൾ ഉറച്ച് വിശ്വസിച്ച് ഈശ്വരന്റെ നാമം ചൊല്ലി മറ്റുള്ളവരെയും ഈശ്വരന്റെ പ്രണയത്തെ പറ്റി പറയാനും യൂണിയൻ വൈബ്രേഷനെ പറ്റി സംസാരിക്കണമെങ്കിൽ അത്രമാത്രം ഫെയ്ത്ത്, അത്രമാത്രം സ്ട്രോങ് ആൻഡ് പവർഫുൾ ആയിരിക്കും എൻ്റെ സോൾ. സോ ഈശ്വരന്റെ ധർമ്മത്തെ ഞാൻ മുറുക്കെ പിടിച്ചാണ് മുന്നോട്ട് പോയിട്ടുള്ളതെന്ന് ഇപ്പോഴും ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത്. സോ എനിക്ക് പറയാനുള്ളത് തന്നെ, ഈ ഈസ്റ്റർ ഈ ദിവസത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യം, ഈശ്വരനെ മുറുക്കെ പിടിക്കുക, ഗിവ് അപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ, നിങ്ങളുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ നിങ്ങളോട് മീൻസ് അലമുറയിട്ട് പറയും ഈ യൂണിയൻ പോസിബിൾ അല്ല, നിങ്ങൾ ഒന്നാവാൻ വേണ്ടി കണ്ടുമുട്ടിയവരല്ല. പക്ഷെ അതൊക്കെ കള്ളമാണ്. ഈശ്വരൻ ഒരിക്കലും നിങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ ലൈഫിൽ ട്വിൻ ഫ്ലെയിമിനെ കൊണ്ടു തരത്തില്ല. നിങ്ങൾ ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ യൂണിയൻ പോസിബിൾ ആയതുകൊണ്ടാണ് നിങ്ങൾ ട്വിൻ ഫ്ലെയിമിനെ മാനിഫെസ്റ്റ് ചെയ്തത്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിന്റെ, നിങ്ങൾ ഒരു ഡിവൈൻ മാസ്കുലൻ ആണെങ്കിൽ നിങ്ങൾ ട്വിൻ ഫ്ലെയിമിന്റെ ഹസ്ബൻഡ് ആണ്. നിങ്ങളൊരു ഫെമിനൻ ആണെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ട്വിൻ ഫ്ലെയിമിന്റെ വൈഫാണ്. സോ ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ യൂണിയനെ ട്രസ്റ്റ് ചെയ്യുക, ഈശ്വരനെ ട്രസ്റ്റ് ചെയ്യുക. ഒന്നും പ്രതീക്ഷിക്കാതെ ഈശ്വരനെ പ്രണയിച്ചുകൊണ്ടിരിക്കുക. യെസ്, പാടാണ്. ആ പാടാണെന്ന് എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൂഫ് ഒന്നും കാണത്തില്ല. പക്ഷെ ആ സമയത്തും നമുക്ക് ആ അന്ധകാരത്തിലൂടെ ഈശ്വരനെ മുറുക്കെ പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കിട്ടുന്ന ഒരു അത്ഭുതമായ മിറക്കിൾസ് ആയിരിക്കും ലൈഫിൽ. പിന്നെ ഞാൻ അനുഭവിച്ച മിറക്കിൾസ് ചെറുതൊന്നുമല്ല. എൻ്റെ ലൈഫിലുണ്ടായിട്ടുള്ള മിറക്കിൾസിന് പ്രധാനപ്പെട്ട കാരണം അടിയുറച്ച ഈശ്വരനുള്ള വിശ്വാസവും ആൻഡ് സപ്പോർട്ട്, ടീച്ചിങ്സ് ഓഫ് യൂണിയന്റെ സപ്പോർട്ട് ആൻഡ് ഹീലിംഗ്, കോച്ചിങ്, അസെൻഷൻ കോച്ചുമായിട്ടുള്ള എൻ്റെ വീക്ക്ലി സെഷൻസ് ആണ്. ഇതൊക്കെയാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. സോ നിങ്ങളും ഈശ്വരനെ മുറുക്കെ പിടിക്കുക. യെസ്, എനിക്കറിയാം ഭയങ്കര പാടാണ് ആ മൊമെന്റിൽ. നമ്മുടെ ഈഗോ വോയിസ് ഭയങ്കര ലൗഡാവും. ലൈക്ക് ഗിവ് അപ്പ് ചെയ്യാൻ നമുക്ക് തോന്നും നമ്മുടെ ട്വിൻ ഫ്ലെയിം നമ്മളോട് മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ നമ്മളോട് എനിക്ക് നീയായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇനി നമ്മൾ ഒന്നാവാൻ വേണ്ടി വിധിച്ചതല്ലെന്ന് നമ്മുടെ ട്വിൻ ഫ്ലെയിം നമ്മുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ, അല്ലെങ്കിൽ എനിക്കറിയാം ആ പെയിന്. അങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മുടെ സോളിനറിയാം ഐ ലവ് ദാറ്റ് മാൻ അല്ലെങ്കിൽ ഐ ലവ് ദാറ്റ് വുമൻ.
മനസ്സിലായി? നിങ്ങളൊരു മാസ്കുലിൻ ആണെങ്കിൽ നിങ്ങൾ പറയും ഐ ലവ് ഹെർ. സോ ഞാൻ എൻ്റെ ലവിന് വേണ്ടിയാണ് ചെയ്യുന്നത്, കാരണം എൻ്റെ സോൾ അതാണ് ഗൈഡ് ചെയ്യുന്നത്. ഇനി ഞാൻ ഫെമിനൻ ആണല്ലോ, അപ്പം ഐ ലവ് ഹെം. സോ എൻ്റെ പ്രണയത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളും. ഇറ്റ്സ് നോട്ട് അബൌട്ട് മൈ മാൻ, ഇറ്റ്സ് നോട്ട് അബൌട്ട് മൈ ട്വിൻ ഫ്ലെയിം, ഇറ്റ്സ് അബൌട്ട് മീ, ബിക്കോസ് ഐ ലവ് ഹെം. എൻ്റെ പ്രണയം, എൻ്റെ ഫീലിങ്സ്, എൻ്റെ ഇമോഷൻസ് സത്യമാണ്. സോ അതുകൊണ്ട്, കാരണം ഈശ്വരൻ എന്നോടാണല്ലോ പറയുന്നത് ലീഡ് ചെയ്യാൻ. സോ ഐ ചൂസ് ടു ലീഡ് ദിസ് ജേർണി. കാരണം ഈശ്വരൻ നിങ്ങളെയാണ്. ഇപ്പൊ നിങ്ങൾ ഫെമിനൻ ആയിക്കോട്ടെ മാസ്കുലിൻ, ഡസൻ മാറ്റർ, നിങ്ങളാണ് ആദ്യമേ സ്പിരിച്വൽ വർക്ക് ചെയ്യാൻ തയ്യാറായത്. ഈശ്വരൻ നിങ്ങളെയാണ് തിരഞ്ഞെടുത്തെങ്കിൽ യു ആർ ദ വൺ ഹൂ ലീഡ്സ്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളെ ഫോളോ ചെയ്യും. ട്രസ്റ്റ് മീ, ലൈക്ക് എൻ്റെ ട്വിൻ ഫ്ലെയിം ഇപ്പൊ കറക്റ്റ് ഫോളോ ആണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ലൈക്ക് നിങ്ങളുടെ കാർബൺ കോപ്പി എന്ന് ഞാൻ പറയത്തില്ല, നിങ്ങളുടെ കോംപ്ലിമെന്ററി ആണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം. ആൻഡ് ആ ചേഞ്ചസ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടതാ. സോ ഇറ്റ്സ് ലൈക്ക് മിറക്കിൾസ് ഡസ് ഹാപ്പൻസ്. വിശ്വസിക്കുന്നവർക്കാണ് മിറക്കിൾസ് ഉണ്ടാവുന്നത്. വിശ്വസിക്കാത്തവർക്ക് ഇതൊരു കെട്ടുകഥയായി തോന്നാം. എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മാത്രമേ ട്വിൻ ഫ്ലെയിമിന്റെ യാഥാർത്ഥ്യം ഒരു അസെൻഷൻ ജേർണിയാണ് എന്ന് മനസ്സിലാവത്തു. അല്ലാത്തവർക്ക് ഇതിനെ ഒരു മോശവൽക്കരിച്ച് കാണാൻ പറ്റും. സോ നിങ്ങൾ നിങ്ങളുടെ യൂണിയനെ റെസ്പെക്ട് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം സ്റ്റോറിനെ റെസ്പെക്ട് ചെയ്യുക, നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസിനെ ട്രസ്റ്റ് ചെയ്യുക. സമൂഹം എന്ത് പറയുന്നു, നാട്ടുകാർ എന്ത് പറയുന്നു, ബാക്കിയുള്ളവർ എന്ത് വിശ്വസിക്കുന്നതിലുപരി നിങ്ങളുടെ സോൾ എന്താണ് നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. ബിക്കോസ് സോളിന്റെ ഗൈഡൻസ് ആണ് ഈശ്വരൻ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഗൈഡ് ചെയ്യുന്നത്. ലൈക്ക് ഇഫ് യു ഫീൽ പീസ്ഫുൾ, ലൈക്ക് വെൻ യു ചൂസ് യൂണിയൻ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് പീസ്ഫുൾ ആണ് വ്യക്തിത്വം. അവിടെ പീസ്ഫുൾ ഫീൽ ചെയ്യില്ല. യൂണിയൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെയിൻ ആണ് ഫീൽ ചെയ്തെങ്കിൽ, നിങ്ങൾക്ക് യൂണിയൻ ചൂസ് ചെയ്യുമ്പോൾ പെയിൻ ആണ് ഫീൽ ചെയ്യെങ്കിൽ ആ പെയിനോടൊപ്പം ഇരിക്കുക. കാരണം ആ പെയിനിന്റെ ആ ഒരു പോർഷനിലാണ് നിങ്ങൾ ഈശ്വരനുമായിട്ടുള്ള സെപ്പറേഷൻ ഇരിക്കുന്നത്. സോ ആ പെയിന് പൂർണ്ണമായി ഫീൽ ചെയ്യുക ആൻഡ് അലോ ചെയ്യുക. ആ പെയിന് കടന്നു പോകാൻ, അതിനെ നമ്പ് ചെയ്യാനല്ല, അല്ലെങ്കിൽ ഡിസ്ട്രാക്ട് ചെയ്യാനല്ല. സോ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാൻ ചെയ്യുന്നത് എപ്പോഴും സ്പിരിച്വൽ ഹൈ വൈബ്. സ്പിരിച്വാലിറ്റി മീൻസ് ഹൈ വൈബിൽ ഇരിക്കാനല്ല. സ്പിരിച്വാലിറ്റി മീൻസ് ഡിസ്കംഫർട്ട്. നമ്മുടെ ഉള്ളിലെ ആ ഒരു ഷാഡോനെ, നമ്മുടെ ഉള്ളിലെ ആ സെപ്പറേഷനെ ചാലഞ്ച് ചെയ്ത് മുന്നോട്ട് പോകണമെങ്കിൽ യു ഹാവ് ടു ബിൽഡ് ദ സ്പിരിച്വൽ മസിൽസ്, ദ ഫെയ്ത്ത് മസിൽസ് ആണ് വേണ്ടത്. ലവ് മസിൽസ് ആണ് വേണ്ടത്. എന്തിനേയും ചെറുത്ത് നിൽക്കാനുള്ള അതികഠിനമായ ഈശ്വരനോടുള്ള വിശ്വാസം, ലവിനോടുള്ള വിശ്വാസം, നിങ്ങളുടെ യൂണിയനോടുള്ള വിശ്വാസം. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളെ കൂടെ സംസാരിക്കുമ്പോൾ നിങ്ങളോട് ലവിങ്ലി സംസാരിക്കും. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം നിങ്ങളുടെ അടുത്ത് ലൈക്ക് കൊഞ്ചുമ്പോഴും എന്തോ മെസ്സേജ് അയക്കും. നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോഴല്ല നിങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടായത്. അത് ആ സമയത്ത് ആർക്കും ട്രസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം മൊമെന്റ് സെപ്പറേഷൻ ചൂസ് ചെയ്യുമ്പോൾ ആ മൊമെന്റിൽ നിങ്ങൾക്ക് യൂണിയനെ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ? നാട്ടിൽ ആൾക്കാരെല്ലാവരും പറയാം നിങ്ങൾ രണ്ടുപേരും മാരീഡ് ആണ്, എങ്ങനെ പോസിബിൾ ആണ്? ആ സമയത്ത് നിങ്ങൾക്ക് യൂണിയനെ ചൂസ് ചെയ്യാൻ പറ്റും. ആൾക്കാർ പറയും, അല്ലെങ്കിൽ നാട്ടുകാർ പറയും, നിങ്ങൾ ഫെമിനൻ ആണെങ്കിൽ നിങ്ങൾ ഫെമിനൻ മൂത്തതും നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ ഇളയതാണ്. നിങ്ങളുടെ സമൂഹത്തിന്റെ കണ്ണിൽ നോക്കുമ്പോൾ എപ്പോഴും മാസ്കുലിൻ മൂത്തതും ഫെമിനൻ ഇളയതുമായിരിക്കണം. സോ നിങ്ങളുടെ കേസിൽ ഫെമിനൻ മൂത്തതും മാസ്കുലിൻ ഇളയതാണ്. ആ മൊമെന്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിയനെ ചൂസ് ചെയ്യാൻ പറ്റുമോ? ആൻഡ് നിങ്ങൾ രണ്ട് ഡിഫറെന്റ് കൺട്രി, ഡിഫറെന്റ് രാജ്യത്തിലുള്ള ആൾക്കാരാണ്. അപ്പം ആൾക്കാർ പറയും ഇത് പോസിബിൾ അല്ല. നിങ്ങൾക്ക് ആ മൊമെന്റിൽ നിങ്ങളുടെ യൂണിയനെ ചൂസ് ചെയ്യാൻ പറ്റും, ലവിനെ ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ രണ്ട് ഡിഫറെന്റ് കാസ്റ്റിൽ നിന്ന് വന്ന ആൾക്കാരാണ്. ആ മൊമെന്റിൽ നിങ്ങൾക്ക് സോ ഇമ്പോസിബിൾ ആയ കാസ്റ്റ് ആണ് വെച്ചോ. ബ്രാഹ്മൺ ഞാൻ കാസ്റ്റ് പറയുന്നില്ല, ഹയർ കാസ്റ്റും ലോവർ കാസ്റ്റിലിരിക്കുന്നവരുടെ ലൈക്ക് ഫെമിനൻ ആണെങ്കിൽ നിങ്ങൾ ലോവർ കാസ്റ്റ് ആൻഡ് മാസ്കുലിൻ ഹയർ കാസ്റ്റിലും, ആൻഡ് മാസ്കുലിൻ ലോവർ കാസ്റ്റ് ആൻഡ് ഫെമിനൻ ഹയർ കാസ്റ്റ്. ഈ ഒരു പ്രോസസ്, ഈ ഒരു ടൈം ഓഫ് പീരീഡ്, ഈ ഒരു സാഹചര്യമാണ് നിങ്ങളെങ്കിൽ ആ മൊമെന്റിൽ നിങ്ങൾക്ക് യൂണിയനെ ചൂസ് ചെയ്യാൻ പറ്റും. ബിക്കോസ് നിങ്ങളുടെ സോൾ ഗൈഡ് ചെയ്യുന്നതാണ്. ആൻഡ് നിങ്ങൾ ഫെമിനൻ മാരീഡും നിങ്ങളുടെ മാസ്കുലിൻ അൺമാരീഡ് ആണ്. ഈ മൊമെന്റിൽ നിങ്ങൾക്ക് യൂണിയനെ ചൂസ് ചെയ്യാൻ പറ്റുമോ? ആൻഡ് നിങ്ങൾ ഡിവോഴ്സ് ചെയ്യും, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം സിംഗിളും ആണ്. ഈ മൊമെന്റിൽ അല്ല, സിംഗിൾ അല്ല, നിങ്ങൾ ഡിവോഴ്സ് ചെയ്യും, നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഹാൻഡിക്യാപ്ഡ് ആണ്. നിങ്ങൾക്ക് ലവിനെ ചൂസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഫെമിനൻ ഭയങ്കര ഡാർക്ക് ആൻഡ് മാസ്കുലിൻ ഭയങ്കര ഫെയർ. നിങ്ങൾക്ക് ആ മൊമെന്റിലും നിങ്ങളെ യൂണിയനെ ചൂസ് ചെയ്യാൻ പറ്റുമോ? ലൈക്ക് പറയാനാണെങ്കിൽ ഡിഫറൻസ് ഞാൻ ഇങ്ങനെ എണ്ണി പറഞ്ഞാലും ഈ വീഡിയോ തീരത്തില്ല. സോ ഓരോന്ന് എണ്ണി പറയുന്നില്ല. സോ
ഓരോ സമൂഹത്തിന് ഇവർ ചേരത്തില്ല എന്ന് പറയുന്ന ഓരോ സാഹചര്യത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ യൂണിയനെ ചൂസ് ചെയ്ത്, ലവിനെ ചൂസ് ചെയ്ത്, ഗോഡിനെ ചൂസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുമോ? അവിടെയാണ് നിങ്ങളുടെ വിജയം. അവിടെയാണ് ഈശ്വരൻ അത്ഭുതം പ്രവർത്തിക്കുന്നത്. അവിടെയാണ് നിങ്ങൾ ഒരു കാര്യം വിചാരിക്കുക, നിങ്ങളുടെ ഈഗോ മൈൻഡിന് ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും, ഇമ്പോസിബിൾ എന്ന് തോന്നുന്നു. പക്ഷെ ഈശ്വരന് ഇങ്ങനെയാണ് പറ്റുന്നത്. അലൈൻമെന്റ് ആണ് നിങ്ങളുടെ ഉള്ളില്. ഞങ്ങൾ ഒന്നല്ല എന്ന ബിലീഫ് സിസ്റ്റത്തിന്റെ ചോയ്സ് ആണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം കാണിച്ചത്. അതാണ് നിങ്ങൾക്ക് ഹീല് ചെയ്യേണ്ടത്. നിങ്ങൾ അത് ഹീല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ യൂണിയനും ഫാസ്റ്റ് ട്രാക്ക് ആവും. സോ ഒരു കാര്യം ഞാൻ ക്ലിയർ ആവണം, നിങ്ങളുടെ യൂണിയൻ ഓൾറെഡി ഉണ്ട്. നിങ്ങൾ അല്ല എന്ന് വിശ്വസിക്കുന്ന കാര്യത്തെയാണ് ഹീല് ചെയ്യുന്നത്. നൗ ഇറ്റ്സ് അപ് ടു യു. സോ ഈ ഒരു ഈസ്റ്റർ ദിനത്തിൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ സ്റ്റോറിയും കർത്താവിന്റെ അൾട്ടിമേറ്റ് ടീച്ചിങ്സും, ലൈക്ക് ലവ് ആണ് ഏറ്റവും വലുത്, പീസ് ആണ് ഏറ്റവും വലുത്. ലൈക്ക് ഈശ്വരൻ എല്ലാവരെയും ഒരുപോലാണ് കാണിക്കുന്നത്. ഈശ്വരൻ തന്നെ നമ്മളെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് കർത്താവിന്റെ ജീവിതം നമുക്ക് വേണ്ടി ഒഴിഞ്ഞു, അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു. എത്രമാത്രം നമ്മൾ ഇമ്പോർട്ടന്റ് ആണ് കർത്താവിന് അല്ലെങ്കിൽ ഈശ്വരന് നമുക്ക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് വീണ്ടും ഉള്ള മെസ്സേജ് ആണ്. എന്നിട്ടും നമ്മുടെ ഈഗോയുടെ വോയിസിൽ നമ്മൾ അകപ്പെട്ടു പോകും. നമ്മൾ ഈശ്വരനെ സംശയിക്കും, നമ്മൾ നമ്മൾ ഈശ്വരനെ സംശയിക്കും, നമ്മുടെ യൂണിയനെ സംശയിക്കും, നമ്മുടെ ട്വിൻ ഫ്ലെയിം ജേർണിയെ സംശയിക്കും, നമ്മളെല്ലാം സംശയിച്ച് എന്നിട്ട് ഈ സെപ്പറേഷൻ കോൺഷ്യസ്നസ് പരത്തുന്ന വീഡിയോസിനെയും ആൾക്കാരെയും നമ്മൾ സപ്പോർട്ട് ചെയ്യും. സോ ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യാനായിരിക്കും. സോ എനിക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ലൈക്ക് എനിക്ക് എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റും. ഞാൻ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതെന്ന് എനിക്ക് പറയാൻ പറ്റും. എൻ്റെ അടുത്ത് നിങ്ങൾ ഗൈഡൻസിന് വരുമ്പോൾ ആ ഗൈഡൻസും ചെയ്തവർ, ഇറ്റ്സ് നിങ്ങളുടെ ലൈഫാണ്, നിങ്ങളുടെ ജേർണിയാണ്, നിങ്ങളുടെ ചോയ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എന്താണ് ചൂസ് ചെയ്യുന്നത്? നിങ്ങൾ സെപ്പറേഷൻ ആണ് പ്രാധാന്യം നൽകുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സെപ്പറേഷൻ മാത്രമേ മാനിഫെസ്റ്റ് ചെയ്യപ്പെടത്തുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ സെപ്പറേഷൻ മാനിഫെസ്റ്റ് ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മൊത്തം സെപ്പറേഷൻ ആണ് കാണുന്നത്, നിങ്ങളുടെ ചുറ്റും സെപ്പറേഷൻ ആണ് കാണുന്നത്, നിങ്ങൾക്ക് ഒരു ഹോപ്പും കാണുന്നില്ല നിങ്ങളുടെ യൂണിയന്റെ, ആ മൊമെന്റിലും നിങ്ങളുടെ യൂണിയനെയാണ് പിടിച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ മുറുക്കെയാണ് പിടിക്കുന്നെങ്കിൽ, ട്രസ്റ്റ് മീ, നിങ്ങൾ മിറക്കിൾസിനെ നിങ്ങൾ അത്ഭുതങ്ങളെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യും. മനസ്സിലായില്ലേ? കാരണം ഈശ്വരൻ റെഡിയാണ് നിങ്ങൾക്ക് തരാൻ. നിങ്ങൾ ഈശ്വരനെ സ്വീകരിക്കാൻ റെഡിയാണ്. ലൈക്ക് ഈശ്വരൻ അതുകൊണ്ടാണ്, ലൈക്ക് കുറച്ച് ദിവസം മുന്നേ ആൾക്കാരെ ചോദിച്ചിരുന്നു, ഈശ്വരൻ ടെസ്റ്റ് ചെയ്യപ്പെടുന്ന നമ്മുടെ ഈഗോ ആണ് ടെസ്റ്റ് ചെയ്യുന്നത്, നമ്മൾ ഈശ്വരനല്ല. ഈശ്വരൻ പക്ഷെ അലോ ചെയ്യും ആ ഒരു പരീക്ഷണം നടത്താൻ. കാരണം ആ പരീക്ഷണത്തോടാണ് നമുക്ക് ബോധം വരുന്നത് നമുക്ക് എത്രമാത്രം ഈശ്വരനിൽ വിശ്വാസമുണ്ട്. നമ്മൾ ഘോര പ്രസംഗിക്കുന്നുണ്ട്, എനിക്ക് യൂണിയനെ വേണം, യൂണിയനാണ് വലുത്. പക്ഷെ യൂണിയനെ ചൂസ് ചെയ്യുന്ന മൊമെന്റിൽ, ലൈക്ക് സെപ്പറേഷൻ കാണിക്കുന്ന സമയത്ത്, ആ മൊമെന്റിൽ ഈഗോ കയറി ഇടപെടുന്ന മൊമെന്റിൽ, ഡൗട്ട് വരുന്ന സമയത്ത്, ഫിയർ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ഇലൂഷൻ വരുന്ന സമയത്ത്, നിങ്ങൾ നിങ്ങൾക്ക് യൂണിയൻ വേണമെന്ന് പറയുന്ന നമ്മൾ യൂണിയനെയാണോ ചൂസ് ചെയ്യുന്നത്, അതോ ഈ ഫിയറിനെയാണോ ചൂസ് ചെയ്യുന്നത്? നിങ്ങൾ വിചാരിക്കുന്ന ഈ ഫിയർ അല്ലെങ്കിൽ ഇലൂഷൻ, ഈ ഈഗോ, ഈ വിവാഹം, ഈ പറയുന്ന നിങ്ങൾ കണ്ടോണ്ടിരിക്കുക, ഇമ്പോസിബിൾ എന്ന് വിചാരിക്കുന്ന കാര്യം നിങ്ങളുടെ ഗോഡിനെ കാട്ടി വലുതാണ്. നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് അവിടെ സെപ്പറേഷൻ ഉണ്ടാവുന്നത്. സോ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ലൈഫിൽ എന്താണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പറയത്തക്ക ഫെയ്ത്ത് നിങ്ങൾക്ക് ഈശ്വരനിലുണ്ടോ? നിങ്ങൾ പറയത്തക്ക ഫെയ്ത്തും ട്രസ്റ്റും നിങ്ങളുടെ യൂണിയനിൽ കാണിക്കുന്നുണ്ടോ? സോ നിങ്ങൾ യൂണിയനിൽ കാണിച്ചില്ലെങ്കിൽ ആ യൂണിയൻ, സോ ഈശ്വരൻ ട്രയൽസ് നടത്തുന്നത് അതിനാണ്. ഇത് എൻ്റെ ജേർണി കൊണ്ട് എനിക്ക് മനസ്സിലായ കാരണം. സോ ഞാൻ ആലോചിക്കാൻ, ഇത്രയും വിഷമങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് മഹാദേവ് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, എന്തുകൊണ്ട് മഹാദേവ് എന്നെ മാത്രം ഈ ഒരു ഇരുട്ടിൽ നിർത്തിയിരിക്കുന്നു? ബട്ട് ആ മൊമെന്റിൽ ഞാൻ ഫീൽ ചെയ്ത കാര്യം, മഹാദേവ് ഒരിക്കലും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയിട്ടില്ല. ഓരോ നിമിഷവും എൻ്റെ ഉള്ളിലെ ആ ഒരു വിശ്വാസത്തെയാണ് അദ്ദേഹം ഊട്ടി ഉറപ്പിച്ചത്. ഒരിക്കലും എന്നെ എൻ്റെ മഹാദേവ് ഉപേക്ഷിച്ചിട്ടില്ല. ഈവൻ അദ്ദേഹത്തിന്റെ സൈലൻസിൽ പോലും ഡീപ്പ് ലെവലിൽ ഒരു ആൻസർ ഉണ്ടാകും, ഒരു ഡീപ്പ് ലെവലിൽ ഒരു ലെസൺ ഉണ്ടാകും. ആ ലെസൺ എന്നെ കൂടുതൽ സ്ട്രോങ് ആക്കി, കൂടുതൽ എനിക്ക് കരുത്ത് നൽകി. അപ്പോൾ കൂടുതൽ പവർഫുൾ ആയിട്ടാണ് ഇപ്പം ഞാൻ വീഡിയോസ് ഉണ്ടാക്കുന്നത്. ആ ഡൗട്ടിനെ മറികടന്ന്, ആ ഫിയറിനെ മറികടന്ന്, ആ ഇലൂഷനെ മറികടന്ന് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാനുള്ള ഏക കാരണം എനിക്കുള്ള ഭഗവാനിലുള്ള വിശ്വാസവും ടീച്ചിങ്സ് ഓഫ് യൂണിയൻ, ജെഫ് ആൻഡ് ഷൈലയുടെ ടീച്ചിങ്സ് ഓഫ് യൂണിയൻ, കോച്ചിങ് ആൻഡ് സെൽഫ് ലവ്.
അറ്റ്മോസ്റ്റ് സെൽഫ് ലവ്. യെസ്, ഞാൻ 100% പെർഫെക്റ്റ് ആണെന്ന് പറയുന്നില്ല, പക്ഷെ ഞാൻ ലൈക്ക് എൻ്റെ ഫ്ലോസുകളും എൻ്റെ പോരായ്മകളും ഞാൻ നിങ്ങളൊന്നും മറക്കുന്നില്ല. എല്ലാം കൂടെ ചേർന്നതാണ് ഞാൻ. എന്നിട്ട് സ്റ്റിൽ ഈശ്വരൻ എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്നെ കൊണ്ട് പറ്റുന്ന രീതി, എനിക്കറിയത്തില്ല ഞാൻ എത്രമാത്രം ഞാൻ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം ആൾക്കാർക്ക് അംഗീകരിക്കാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ ആൾക്കാർക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ എന്നെ ഏൽപ്പിച്ച ധർമ്മം, എന്നെ കൊണ്ടാകുന്ന വിധി, എന്നെ കൊണ്ട് പറ്റുന്ന തരത്തിൽ എഴിഞ്ഞിട്ടാണ്. ചില സമയത്ത് എനിക്ക് തീരെ പറ്റിയിട്ടില്ല വീഡിയോസ് ഉണ്ടാക്കാം, പക്ഷെ ഈശ്വരന്റെ അതിയായ കോൾ അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് ആ ഗൈഡൻസ് വരുമ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ ഡാർക്കസ്റ്റ് മൊമെന്റിൽ പോലും ഞാൻ ചെയ്തിട്ടുണ്ട്. സോ യെസ്, എനിക്കറിയാം ഇന്നത്തെ വീഡിയോ കുറച്ച് ഹെവി ആയിപ്പോയി. സോ ഇപ്പൊ ഞാൻ വാങ്കുവിളിയാണ് കേട്ടോണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് ഈശ്വരൻ ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല. ഈശ്വരൻ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളെ എപ്പോഴും ലവ് ആണ് ചെയ്യുന്നത്. നമുക്ക് എവിടെയാണോ സെപ്പറേഷൻ ഉള്ളത്, നമുക്ക് ഇന്നൊരു ദിവസം, ഈ ഒരു നിമിഷം നമുക്ക് ഈശ്വരന്റെ ആ ഒരു പ്രണയത്തെ തിരിച്ചറിയാം. നമുക്ക് ഈശ്വരനെ അനുവദിക്കാൻ, നമ്മളെ സ്നേഹിക്കാൻ, നമ്മളെ പരിപാലിക്കാൻ. നിങ്ങൾ എവിടെയെങ്കിലും ഡൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു എൻ്റെ എക്സ്പീരിയൻസും ഈ ഒരു സ്റ്റോറീസും നിങ്ങളുടെ ഉള്ളിലെ ആ ഡൗട്ടിനെല്ലാം മറ നീക്കി നിങ്ങളുള്ള ഈശ്വരന്റെ വിശ്വാസത്തെയും ഈശ്വരൻ്റെ ഉള്ള സാമീപ്യത്തെയും ഊട്ടി ഉറപ്പിക്കട്ടെ ഞാൻ വിശ്വസിക്കുന്നു. അതിലുപരി ഈശ്വരനെ മുറുക്ക പിടിക്കുക. ഈശ്വരനാണ് എല്ലാത്തിനും ഉത്തരവുള്ളത്. സോ നിങ്ങൾക്ക് ഈ ഒരു എൻ്റെ ഈ വീഡിയോയിൽ നിന്ന്, എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു പ്രണയമാണ്. ഈശ്വരൻ സത്യമാണ്. ഈശ്വരനല്ലാതെ വേറെ ഒന്നുമല്ല. ഏറ്റവും പവർഫുൾ ഉള്ള ഒരു ഏറ്റവും വലിയ പവർ ഈശ്വരനാണ്. ഈശ്വരനെ മുറുക്ക പിടിക്കുക. ഈശ്വരൻ നിങ്ങൾ ഒരിക്കലും കൈവിടത്തില്ല. നിങ്ങളുടെ അൾട്ടിമേറ്റ് സോഴ്സ് എല്ലാത്തിനും ഈശ്വരനാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ പറയുന്ന ആ ഒരു കാര്യത്തുമായിട്ട്, ഞാൻ പറയുന്ന ഈ ഒരു എക്സ്പീരിയൻസുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റോറിയായിട്ട് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ ഈ കാര്യങ്ങളൊന്നും സ്ക്രിപ്റ്റഡ് അല്ല. എനിക്കിപ്പം ചാനലാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സോ എന്തെങ്കിലും പറഞ്ഞ കാര്യത്തിൽ തെറ്റുണ്ടെങ്കിൽ, ഏതെങ്കിലും സ്റ്റോറി പറഞ്ഞ കാര്യത്തിലോ പേര് പറഞ്ഞ കാര്യത്തിലോ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. പക്ഷെ ഞാൻ ഓരോ ബൈബിൾ ആയിക്കോട്ടെ, ഹിന്ദു മിത്തോളജി ആയിട്ട് കഥകളായിക്കോട്ടെ, എന്ത് കണ്ടാലും ഞാൻ എനിക്ക് കിട്ടുന്ന ലെസൺസ് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ട്വിൻ ഫ്ലെയിം ജേർണിയുമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമായിട്ട് കമ്പയർ ചെയ്ത് അതുമായിട്ട് കിട്ടിയ സ്റ്റോറിയാണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സോ ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്, എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണ്. സോ ഇവിടെ ഞാൻ ആരെയും ഹേർട്ട് ചെയ്യാനോ ആരെയും ചാലഞ്ച് ചെയ്യാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മാത്രം കാഴ്ചപ്പാടാണ്. ഞാൻ ഈശ്വരനെ എങ്ങനെയാണ് കാണുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ഈശ്വരനെ കാണുന്നത് പ്രണയമായിട്ടാണ്, അൾട്ടിമേറ്റ് സ്നേഹമായിട്ടാണ്, അൾട്ടിമേറ്റ് ട്രൂത്ത് ആയിട്ടാണ്. നമ്മുടെ എല്ലാത്തിൻ്റെയും സോഴ്സ് നമ്പർ ഗോഡ് ഈസ് യുവർ സോഴ്സ്. നിങ്ങളുടെ സോഴ്സ് ഗോഡാണ്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നിങ്ങൾ സ്റ്റക്കാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, സോ യു ക്യാൻ കോൺടാക്ട് മീ. പേഴ്സണൽ സെഷൻസ് ആണ് അവൈലബിൾ ആണ്, പേഴ്സണൽ ഹീലിംഗ് സെഷൻസ് അവൈലബിൾ ആണ്, ടാരോ സെഷൻസും അവൈലബിൾ ആണ്, എല്ലാ സെഷൻസും പെയ്ഡ് ആണ്. സോ ഡു കോൺടാക്ട്. Thank you so much for your love and support. See you in the next video. Take care.